വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ കല്യാണത്തിൻ്റെ ഫസ്റ്റ് സാരി, സെക്കൻഡ് സാരി, അതുപോലെ തന്നെ റിസപ്ഷൻ ഡ്രസ്സ്, പിന്നെ എനിക്ക് അവരുടെ വീട്ടിൽ പോയിട്ടിടാനുള്ള കുറച്ച് ഡ്രസ്സ്, പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ്, അങ്ങനെ കുറച്ച് അധികം ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ കല്യാണത്തിൻ്റെ ഫസ്റ്റ് ഷോപ്പിംഗ് ആണിത്. വിച്ചുവിൻ്റെ ഫാമിലിയുടെ കൂടെയാണ് കേട്ടോ പോണത്. അവരാണ് നമുക്ക് ഫസ്റ്റ് സാരി, സെക്കൻഡ് സാരി, അതുപോലെ തന്നെ റിസപ്ഷൻ ഡ്രസ്സ് എടുക്കുന്നത്. അതായത് നമ്മൾ താലി കെട്ടുമ്പോൾ ഇടുന്ന ഡ്രസ്സും മണ്ഡപത്തിൽ കയറുമ്പോൾ ഇടുന്ന ഡ്രസ്സും ഞങ്ങളായിരിക്കും എടുക്കുക. അതായത് പെണ്ണിൻ്റെ വീട്ടുകാരായിരിക്കും എടുക്കുക. ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവരെടുത്ത് തരുന്ന സാരിയാണ് ഇടുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പിറ്റേ ദിവസം കല്യാണം കഴിഞ്ഞിട്ട് കല്യാണത്തിന് അന്ന് നൈറ്റ് എൻ്റെ വീട്ടിലായിരിക്കും സ്റ്റേ. പിറ്റേ ദിവസമാണ് വിച്ചുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അന്ന് എടുക്കുന്ന സാരിയും അവരാണ് എടുത്ത് തരിക. അതുപോലെ തന്നെ റിസപ്ഷൻ ഡ്രസ്സും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് പുടവ കൊടുക്കുന്ന ചടങ്ങൊന്നുമില്ല. നമുക്ക് അതായത് തലേ ദിവസം ഇങ്ങനെ താലത്തിൽ പുടവ കൊടുക്കുക അങ്ങനെ ഉണ്ടല്ലോ, അതൊന്നുമില്ല കേട്ടോ. സംഭവം നമ്മുടെ കല്യാണത്തിന് അന്ന് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരിക്കും ചെക്കൻ്റെ വീട്ടുകാർ നമുക്ക് സാരി തരിക. ഫസ്റ്റ് സാരി, സെക്കൻഡ് സാരി, റിസപ്ഷൻ ഡ്രസ്സും കൂടി ഒരുമിച്ച് തരിക കേട്ടോ. റിസപ്ഷൻ ഡ്രസ്സ് തരുന്നുണ്ടാവില്ല. ഫസ്റ്റ് സാരിയും സെക്കൻഡ് സാരിയും താലത്തിൽ തരിക. യെസ്, അപ്പോൾ ഇന്ന് അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാനൊന്നൊരു സിമ്പിൾ മേക്കപ്പ് ഒക്കെ ചെയ്തു. ബ്ലഷും ഹൈലൈറ്റും കുറച്ച് കൂടിപ്പോയി. എന്തായാലും തുടച്ചൊന്ന് സെറ്റാക്കണം. അപ്പോൾ ഇപ്പോൾ സമയം 9 മണിയാണ്. നമ്മൾ തൃശ്ശൂരുള്ള ഷോപ്പിൽ പോകാനാണ് പ്ലാൻ ചെയ്തേക്കണത്. ഇനി അറിയില്ല, ഓൺ ദ വേ നമ്മൾ പ്ലാൻ മാറ്റുമോ. കല്യാണത്തിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ January 9th. കുറേ പേര് ചോദിക്കാറുണ്ട് ലൈവിൽ വരുമ്പോൾ എന്നാണ് കല്യാണത്തിൻ്റെ ഡേറ്റ് എന്ന്. ഡേറ്റിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ January 9th കല്യാണം. ഞാൻ ഒരു പിങ്ക് കളർ, ഒരു റാണി പിങ്ക് കളർ ഒരു കുർത്തയാണ് ഇട്ടേക്കുന്നത്. വൈറ്റ് കളർ പലാസോ പാൻറ്റും. അപ്പോൾ സെറ്റാണ്. അപ്പോൾ നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. അപ്പോൾ ഞാൻ കാറിൽ കയറിയിട്ടുണ്ട്. നമ്മളിനി നേരെ പോണത് തൃശ്ശൂരിലുള്ള കല്യാൺ സിൽക്സിലോട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം വിചാരിച്ചു പോത്തീസിൽ പോവാം എറണാകുളത്ത് നിന്ന്. പിന്നെ നമ്മളത് ക്യാൻസലാക്കി. പിന്നെ നമ്മുടെ അടുത്ത തൃശ്ശൂരാണല്ലോ, തൃശ്ശൂരിലുള്ള ഏരിയയിൽ നല്ല ഷോപ്പിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ആദ്യം പോയത് കല്യാൺ സിൽക്സിലോട്ടാണ്. അവിടെ നിന്ന് തന്നെ ശരിക്കും പറഞ്ഞാൽ എല്ലാം നമ്മൾ പർച്ചേസ് ചെയ്തു കേട്ടോ. വേറെ എവിടേക്കും പോകാൻ നിന്നില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ നിന്ന് ആദ്യമായിട്ടാണ് ഷോപ്പിങ്ങിന് വരുന്നത് കേട്ടോ. ഇവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കാനായിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. നമ്മൾ നേരെ പോയത് സാരിയുടെ ബ്ലോക്കിലോട്ടാണ്. ഇവിടെ എല്ലാം സെപ്പറേറ്റ് ആണ്. സാരിക്ക് മാത്രമായിട്ടൊരു വേറെ ബ്ലോക്ക് തന്നെ ഉണ്ട്, ഒരു വലിയൊരു ബ്ലോക്ക് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ പോയപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ കുറച്ച് കളേഴ്സ് ഉണ്ടായിരുന്നു. സാരിയുടെ ഫസ്റ്റ് സാരി ഈ കളറായിരിക്കണം, അല്ലെങ്കിൽ സെക്കൻഡ് സാരി ഈ കളറായിരിക്കണം എന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഫസ്റ്റ് സാരിയും അതുപോലെ തന്നെ സെക്കൻഡ് സാരിയും എനിക്ക് വേഗം കിട്ടിയിട്ടോ. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഞാൻ 2 സാരിയും സെലക്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. എൻ്റെ കല്യാണത്തിൻ്റെ മെയിൻ സാരി റെഡ് അല്ലെങ്കിൽ മെറൂൺ എടുക്കാനാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഫസ്റ്റ് സാരിയും സെക്കൻഡ് സാരിയും നല്ല ഡാർക്ക് കളേഴ്സ് വേണ്ട, കുറച്ചൊരു ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് എടുക്കാമെന്ന് കേട്ടോ. അതുകൊണ്ട് ഫസ്റ്റ് സാരി ഞാൻ ഗോൾഡാണ് എടുക്കാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കളറ്. എൻ്റെ അതുപോലെ തന്നെ വിച്ചുവിനും അത് ഗോൾഡ് എടുക്കാനാണ് ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഗോൾഡ് സാരി ഒരെണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 സാരി സെലക്ട് ചെയ്ത് വെച്ചു. അതിലേതെങ്കിലും ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാനൊരു പിങ്ക് സാരി നോക്കി, അത് ചുമ്മാ നോക്കിയതാണ് കേട്ടോ. പിന്നെ അമ്മ കാര്യമായിട്ട് എന്തോ ഒരു കോളിലാണ്, അതാണ് അമ്മ ഭയങ്കര ബിസി കേട്ടോ. പിന്നെ ഞാൻ സാരിയൊക്കെ നോക്കി വെച്ചു. പിന്നെ ഞാൻ കുറച്ച് എൻ്റെ വീഡിയോ എടുത്തു. കാരണം വീഡിയോ എടുത്ത് തരാൻ എനിക്ക് ആരുമില്ല. അമ്മ അങ്ങനെ വീഡിയോ എടുക്കാറില്ല കേട്ടോ. അമ്മയോട് ഞാൻ പറയാറില്ല വീഡിയോ എടുത്ത് തരാനായിട്ട്. അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് കുറച്ച് എൻ്റെ തന്നെ വീഡിയോ എടുത്തു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 സാരി ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗോൾഡ് കളറ്. അപ്പോൾ അതിലൊരെണ്ണം എനിക്ക് ഫൈനലൈസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് 2ഉം അവർ വെച്ച് നോക്കി തന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അത് നമുക്ക് എടുക്കാമല്ലോ. അപ്പം ഞാൻ ആദ്യം വെച്ച് നോക്കിയത് ഈ ഒരു സാരിയാണ്. നല്ല വയലറ്റ് ബോർഡർ ഉള്ള ഒരു സാരിയാണ് കേട്ടോ. അത്യാവശ്യം വലിയ ബോർഡറാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ വലിയ ബോർഡറുള്ള സാരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ വെച്ച് നോക്കിയത് കുറച്ച് വലിപ്പം കുറവുള്ള ബോർഡർ സാരി. ആ ഒരു സാരിയുടെ കളർ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരെണ്ണം നല്ലൊരു ഗോൾഡിഷ് കളറാണ്, ഒരെണ്ണം ഒരു ലൈറ്റ് ക്രീം പ്ലസ് ഗോൾഡിഷ് കളറാണ് കേട്ടോ. അപ്പോൾ ഇതിലേത് സാരി ആയിരിക്കും ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടാവുക? ഗസ് ചെയ്യണേ. ഭയങ്കര ഗോൾഡ് സാരിയാണോ അത് അപ്പുറത്തെ ലൈറ്റ് ഗോൾഡ് സാരിയാണോ എന്ന് എൻ്റെ ആക്ഷനിൽ നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഏത് സാരിയാണ് സെലക്ട് ചെയ്തതെന്ന്. പിന്നെ 2 സാരിയും ഇതേപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. വെച്ച് നോക്കിയല്ല, ഉടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫുള്ളായിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, പകുതിയായിട്ട് കൊടുത്ത് നോക്കി. അങ്ങനെ ഒരു സാരി ഞാൻ സെലക്ട് ചെയ്തു കേട്ടോ. പിന്നെ ഈ ഒരു പിങ്ക് സാരി വെറുതെ ഞാനൊന്ന് ട്രൈ ചെയ്തതാണ്. പിങ്ക് എനിക്ക് ഭംഗിയുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒട്ടും ഭംഗിയില്ല. അങ്ങനെ ഒരു 10 മിനിറ്റിനുകൊണ്ട് ഞാൻ ഫസ്റ്റ് സാരി സെലക്ട് ചെയ്തു. പിന്നെ സെക്കൻഡ് സാരി, അതായത് ചെക്കൻ്റെ വീട്ടിലേക്ക് പിറ്റേ ദിവസം എടുക്കേണ്ട സാരിയാണ് സെക്കൻഡ് സാരി. അത് ഞാൻ ബനാറസ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം എനിക്ക് സാരി ഡ്രേപ്പിസ്റ്റ് ഒന്നുമില്ല, ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഉടുക്കണം. അപ്പോൾ എനിക്ക് ഉടുക്കാൻ എളുപ്പം ഇങ്ങനത്തെ ബനാറസി ആയിട്ടുള്ള കുഴഞ്ഞു കിടക്കുന്ന സാരിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ എൻ്റെ മനസ്സിൽ ഒരു കളർ ഉണ്ടായിരുന്നു, ഒരു ലൈറ്റ് ഓറഞ്ച് അല്ലെങ്കിൽ ഒരു
ബ്രിക്ക് ഷെയ്ഡ് എടുക്കാമെന്ന്. അത് തന്നെ കിട്ടി. ഒരേ ഒരു സാരി ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അത് തന്നെ നമ്മൾ വാങ്ങിയിട്ടോ. ഇത് ബനാറസിയാണ്, നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ കാണുന്ന കളറേ അല്ല, നല്ലൊരു ബ്രിക്ക് ഓറഞ്ച് കളറാണ് കേട്ടോ. അങ്ങനെ അതും ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ സെലക്ട് ചെയ്തു കേട്ടോ. വളരെ പെട്ടെന്നായിരുന്നു എല്ലാം. ഇനി നമുക്ക് റിസപ്ഷൻ്റെ ഡ്രസ്സാണ് എടുക്കാൻ പോകേണ്ടായിരുന്നത്. സോ അത് മേലെ ആയിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ ഫുൾ ഇതുപോലത്തെ ലെഹങ്ക ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നു ഇവിടെ. കാരണം ഇവിടെ ഞാൻ അധികം കളറൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഏതെങ്കിലും നല്ലത് കണ്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ അങ്ങനത്തെ ഒരു തീം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതന്നെ നോക്കിയില്ല കേട്ടോ. ഞാൻ എല്ലാ കളറും എടുത്ത് നോക്കി. ഈ ഒരു ഗോൾഡ് എനിക്കിഷ്ടമായി. പിന്നെ ഇതാ ഈ ഒരു ലൈറ്റ് ലാവൻഡർ കളർ എനിക്കിഷ്ടമായി. ഒരു ഗ്രേപ്പ് കളർ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ എനിക്ക് അവർ കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ അതിലെനിക്ക് ഒരെണ്ണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരെണ്ണമല്ല, ഒരു 3 എണ്ണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ 3 എണ്ണം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടു. ഇതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഗ്രേപ്പ് കളറാണ്. പക്ഷേ ഇതെല്ലാം ഞാൻ വാങ്ങിയത് കാണിച്ചു തരാം. ഞാൻ വാങ്ങിയത് ഈ ഒരു വീഡിയോയിൽ പറയാട്ടോ ഞാൻ ഏതാ വാങ്ങിയതെന്ന്. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ അമ്മ പറഞ്ഞു കുറച്ച് സിമ്പിളായ പോലെ ഉണ്ട്, കുറച്ച് നല്ല ഹെവി ആയിട്ടുള്ളത് എടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ നമ്മളിത് എടുത്തില്ല. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ലീവ് കുറച്ച് ലെങ്ത്ത് കുറവായിരുന്നു എനിക്ക്. യെസ്, അപ്പോൾ നമ്മൾ ഇനി ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ട്രൈ ചെയ്തത് ഈ ഒരു ലെഹങ്കയാണ്. ഫസ്റ്റ് ട്രൈ ചെയ്ത ലെഹങ്ക തന്നെ ഞാൻ വാങ്ങിയിട്ടോ. കാരണം ഇതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ സ്ലീവ് ആയാലും അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഷെയ്ഡായാലും മൊത്തത്തിൽ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊരു ബീച്ച് ഷെയ്ഡാണ്, ഒരു റെയർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് വൈറ്റ് അല്ല കേട്ടോ, അതൊരു ബീച്ച് കളറാണ്. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവ് ഫുൾ സ്ലീവാണ്. പക്ഷെ ഞാൻ ഫുൾ സ്ലീവ് ആയിട്ട് ഇടാൻ ചാൻസ് വളരെ കുറവാണ്. ഞാനത് ഷോർട്ടാക്കും. പിന്നെ ഇട്ട് നോക്കിയത് ഈ ഒരു ലെഹങ്കയാണ് കേട്ടോ. ഇതും കൊള്ളായിരുന്നു, പക്ഷേ ഇതെടുത്തില്ല കേട്ടോ നമ്മൾ. ഇതെന്തോ ആ മയിലിനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു സുഖമില്ലാന്ന് തോന്നി. അപ്പോൾ പിന്നെ എടുത്തില്ല. പിന്നെ അതാ നമ്മുടെ ഗ്രേപ്പ് കളർ ഇട്ട് നോക്കിയിട്ടും ഇതാണ് അമ്മ പറഞ്ഞത് കുറച്ച് സിമ്പിളായി പോയിന്ന്. അതുകൊണ്ട് നമ്മൾ ഇതും എടുത്തില്ല. നമ്മൾ നമ്മുടെ ഫസ്റ്റ് കാണിച്ച ബീജ് തന്നെയാണ് എടുത്തത് കേട്ടോ. ഇതും ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്, പക്ഷെ കുറച്ച് സിമ്പിളായ പോലെ എനിക്കും തോന്നിയായിരുന്നു കേട്ടോ. സ്കേർട്ടൊക്കെ ഭയങ്കര ഒട്ടിക്കിടക്കണ പോലെ തോന്നിയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു ഓക്കെ ഫസ്റ്റ് എടുത്ത ആ ഒരു ബീജ് കളർ തന്നെ എടുക്കാം, അതാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ നമ്മൾ അത് സെലക്ട് ചെയ്തു. പിന്നെ എനിക്ക് എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ എടുക്കാനായിട്ട് സാരി നോക്കി കേട്ടോ. അവരുടെ വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ അപ്പോൾ ഈ സാരി നോക്കി, പക്ഷേ ഇത് എടുത്തില്ല. പക്ഷേ ഇതെനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. പക്ഷേ ഇത് ഭയങ്കര സിമ്പിളായിട്ട് തോന്നി. അധികം എന്താ പറയുക വർക്കോ കാര്യങ്ങളോ ഇല്ല. ഒരു കല്യാണത്തിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന സാരിയായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് ഇതാണ് കേട്ടോ, ഫുൾ പ്രിൻ്റായിട്ട്. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ എന്താ പറയുക ഒരു മൈൻഡ് അങ്ങോട്ട് പോയി. പിന്നെ ഈ ഒരു ഗ്രീൻ സാരിയാണ് നോക്കിയത്, കണ്ടു ഇഷ്ടപ്പെട്ടു, അപ്പം തന്നെ എടുത്തു കേട്ടോ. ഇത് ബനാറസിയാണ്. എനിക്ക് സാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ ഭയങ്കര കട്ടിയുള്ള സാരി ഉടുക്കാൻ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനത്തെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരീസ് കൊടുക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതെടുത്തു. അതിനുശേഷം നമ്മൾ ഈ ഒരു റോയൽ ബ്ലൂ കണ്ടു. ഈ ഒരു കളർ സാരിയേ എനിക്കില്ല. ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണുടക്കി. ഇത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാണ് സെക്കൻഡ് എടുത്ത സാരി കേട്ടോ. അങ്ങനെ നമ്മൾ 2 സാരിയാണ് നോർമൽ യൂസിന് വേണ്ടിയിട്ട് എടുത്തത് കേട്ടോ. പിന്നെ ഇതിനൊക്കെ ബ്ലൗസ് പീസും ബ്ലൗസിൻ്റെ മെറ്റീരിയലും ലൈനിങ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. മെറ്റീരിയൽ അല്ല സോറി, ലൈനിങ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ അണ്ടർസ്കേർട്ടൊക്കെ. ഇതാണ് നമ്മുടെ 3 ബനാറസി സാരി. അതിൽ ഓറഞ്ച് ആണ് കേട്ടോ നമ്മുടെ സെക്കൻഡ് സാരി. എല്ലാം നല്ല അടിപൊളി സാരീസാണ് കേട്ടോ. സാരിയൊക്കെ മേടിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. കാരണം അത്യാവശ്യം ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത് മന്തിയായിരുന്നു. നല്ല അടിപൊളി മന്തി കഴിച്ചു. എവിടെ നിന്നാണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂരിലുള്ള റൗണ്ട് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ. നിങ്ങൾ സാരിയൊക്കെ പർച്ചേസ് ചെയ്യാൻ വരികയാണെങ്കിൽ ജയലക്ഷ്മി, കല്യാൺ സാരീസ്, കല്യാൺ സിൽക്സിലോട്ടൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു റെസ്റ്റോറൻറ്റ് അടിപൊളിയാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ നല്ല റെസ്റ്റോറൻ്റ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ്, നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും തിരിച്ചിതാ കല്യാണിലോട്ട് വന്നു. കാരണം ഇനി എനിക്ക് ഡെയിലി യൂസിനുള്ള ഡ്രസ്സ് എടുക്കണം. വീട്ടിൽ നിൽക്കുമ്പോൾ ഇടാനുള്ള ഡ്രസ്സും പിന്നെ അടുത്ത വല്ല സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഡ്രസ്സൊക്കെ എടുക്കണം. അതുകൊണ്ട് നമ്മൾ ആദ്യം കോട്ടൻ്റെ കുർത്ത സെറ്റാണ് കേട്ടോ നോക്കി തുടങ്ങിയത്. കാരണം എനിക്ക് കുർത്ത സെറ്റ് അല്ലെങ്കിൽ ചുരിദാർ സെറ്റ് കൂടുതൽ ഇഷ്ടം കോട്ടൻ്റെയാണ്. നല്ല കംഫർട്ടാണ്, അതുപോലെ തന്നെ നല്ല സുഖമാണ്. എല്ലായ്പ്പോഴും ഇടാൻ പറ്റുന്ന ഒരു സംഭവമാണല്ലോ കോട്ടൻ്റെ ഡ്രസ്സ്. അപ്പം ഞാൻ ആദ്യം ഈ ഒരു പിങ്ക് നോക്കി, പിന്നെ ഒരു ബ്ലൂ നോക്കി, എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോയിട്ട് ഇതുപോലത്തെ കുർത്ത സെറ്റ് എടുത്തു. അതായത് ഷാൾ ഉണ്ടാവില്ല, ടോപ്പും പാൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതല്ല കേട്ടോ എടുത്തത്. ഈ ഒരു സെറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പാൻറ്റും ടോപ്പും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ഡാർക്ക് ബ്ലൂവിൽ വരുന്ന കോട്ടൻ്റെ കുർത്ത സെറ്റാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ എടുത്തത് ഈ ഒരു കോഡ് സെറ്റാണിത്. ഇത് കുർത്തയും അതുപോലെ തന്നെ പാൻറ്റും ഒരേ പ്രിൻറ്റിൽ വരുന്നതാണ് കേട്ടോ. ഇങ്ങനത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഒരേപോലത്തെ ഇട്ട് നടക്കാനായിട്ട്. പിന്നെ ഈ ഒരു ഫ്രോക്ക് എടുത്തു. ഇതൊരു ഉടുപ്പാണ്, നല്ല പഫ് സ്ലീവ് ഒക്കെ ആയിട്ടുള്ളത് കേട്ടോ.
പിന്നെ എനിക്ക് വീട്ടിലിടാനുള്ള കുറച്ച് നൈറ്റ് സ്യൂട്ടും അതുപോലെ തന്നെ വീട്ടിൽ നിൽക്കുമ്പോൾ ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഒരു മാക്സി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് മാക്സി ഭയങ്കര ഇഷ്ടമാണല്ലോ, അപ്പോൾ അതെടുത്തു. പിന്നെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാനുള്ള ജീൻസും ടോപ്പും എടുക്കാൻ നോക്കുമായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഈ ഒരു ടോപ്പാണ് ഇട്ട് നോക്കിയത്. ഇവിടെ അതിന് നല്ല കളക്ഷൻസ് വളരെ കുറവാണ് കേട്ടോ ജീൻസിനുള്ള ടോപ്പ്. പക്ഷേ ജീൻസിനൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഞാൻ കുറേ കാലമായി ഇങ്ങനെ സ്കിൻ ഫിറ്റ് ജീൻസൊക്കെ ഇട്ടിട്ട് ഇവിടെ അതിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. എൻ്റെ പാകത്തിനൊക്കെ ജീൻസ് കിട്ടിയിട്ടോ. അപ്പോൾ അത് ഒരെണ്ണം എടുത്തു. പിന്നെ ഈ ഒരു ടോപ്പും കൂടി എടുത്തു കേട്ടോ. 2 ടോപ്പ് എടുത്തു, 2 ജീൻസ് എടുത്തു. ഒരു ജീൻസ് ഈ ഒരു ബ്ലൂ ആണ് സ്കിൻ ഫിറ്റ് ആയിട്ട് കിടക്കുന്നത്. പിന്നെ വേറെ ജീൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്ലാക്ക് ജീൻസാണ് കേട്ടോ. അത്യാവശ്യം നല്ല ലൂസിൽ കിടക്കുന്ന ജീൻസാണ്. രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ വന്നതാണ്. അങ്ങനെ ഒരു വലിയൊരു ബില്ലും വന്നു നമുക്ക്. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് നമ്മുടെ ബാഗൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വണ്ടി വരണം, വണ്ടിയിൽ കയറ്റണം. ഓൺ ദ വേ നമ്മൾ ഒരാളെ കണ്ടു കേട്ടോ. അതായത് സീരിയലൊക്കെ അഭിനയിക്കുന്ന ഒരാളെ കണ്ടു. എനിക്ക് പേരറിയില്ല കേട്ടോ. കുങ്കുമപ്പൂ സീരിയലുണ്ടായിരുന്നു തോന്നുന്നു. എന്തായാലും ആളൊക്കെ കണ്ടു. അങ്ങനെ പിന്നെ നമ്മൾ ഓൺ ദ വേ നമ്മൾ മാക്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. മാക്സിൽ കയറിയപ്പോൾ ഈ ഒരു കുർത്ത സെറ്റും കൂടി ഞാൻ എടുത്തു കേട്ടോ. കാരണം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ എനിക്ക് ഡ്രസ്സ് മേടിക്കാൻ വന്ന ദിവസമായ കാരണം എനിക്ക് കുറേ ഡ്രസ്സ് മേടിച്ച് തന്നിട്ടോ ഇവർ. ഇനി നമ്മൾ നേരെ വീട്ടിൽ പോവാണ്, കാരണം അത്യാവശ്യം ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വ്ളോഗ് അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ.